സമയത്ത് ഉമർഖാദിന്റെ ചരിത്രം എന്താ? മഹാനരായ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളുടെ മുരീദായ ഇഷ്തിയാഖ് ഷാ തങ്ങളുടെ സന്നിധിയിലേക്ക് മഹാനരായ ഉമർഖാദി വരുന്നു, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. മഹാനരായ മോയിൻകുട്ടി വൈദ്യർ സാഹിത്യോത്സവത്തിലൊക്കെ നല്ല പടപടപടാണ് പാട്ടുപാടിന്. ആ മോയിൻകുട്ടി വൈദ്യരുടെ മാല, കറാമത്ത് മാല, കൊണ്ടോട്ടി മശായിഖന്മാരെ കുറിച്ച് അതിൽ കാണാം: ഉൽമാബൈ നാലും തിരിഞ്ഞോർ വിലങ്കൂത്തിൽ ഉമർന്ന് ഇസ്മുള്ള മൗലവിയാണോവർ, ഇൽഹാമുടയോരെ മുമ്പിൽ അണഞ്ഞിട്ട് ഇരവും പകൽ നോട്ടം ചെയ്ത് മുളിന്തോവർ, മുഷിഞ്ഞവർ ആരിഫും കാമിൽ കുതൂബാണോർ, മനതാൽ ഉറഫീൻ മുരീദോരെ എന്നോവർ, ഹൊഷിയാൽ വലിയും ഉമർ ആലിമാണോരും കൂടി ജീനിച്ച് തമ്മിൽ പിരിഞ്ഞോവർ. കൊണ്ടോട്ടി തങ്ങളുടെ സമീപത്ത് വന്ന് ആ വലിയ ബന്ധം സ്ഥാപിച്ചു എന്നതിന്റെ വലിയ രേഖകൾ. സത്യം ഒരുപാട് നന്മ നൽകിയ പ്രസ്ഥാനമാണ്. പക്ഷെ അത് ഒരുപാട് പണ്ഡിതന്മാരുടെ മുഷാവറയാണ്. അവരുടെ കണ്ടെത്തലുകളിൽ പിഴവുകളുണ്ടാകാം, പിഴവുകൾ തീർത്തണം. 1930-കളിൽ ചില പണ്ഡിതന്മാർ കൂടിയിട്ട് തീരുമാനമുണ്ടായി, സമസ്തയുടെ 4ാം സമ്മേളനം. അതിന് തീരുമാനമെടുത്തു. എന്ന തീരുമാനത്തത് ചോറ്റൂരി, കൊണ്ടോട്ടി കൈക്കാരി ഇങ്ങനെ തുടങ്ങി എണ്ണി പറഞ്ഞിട്ട് അവരൊക്കെ വളരെ പിഴച്ചവരാണെന്നും തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നൊക്കെ ഒരു തീരുമാനം ആ സമ്മേളനത്തിൽ കടന്നു വന്നു. അത് കുടിച്ചിട്ടാണ് ഇപ്പം ചില ആളുകൾ ഇപ്പം കൊണ്ടോട്ടി തങ്ങാട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ കുരുവട്ടൂരിലുള്ള വ്യാജ ത്വരീഖത്തിലെ ഒരു പ്രാസംഗികനാണ് സമദ് അൻവരി. അദ്ദേഹം പറയുന്നത് 1930-ൽ ബഹുമാനപ്പെട്ട വൈക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകളും അതുപോലെ അഹമ്മദ് കോയ സാലിയാത്തി അവർകളൊക്കെ കൂടിയിട്ട് എടുത്ത ഒരു തീരുമാനമുണ്ട്, ഒരു പ്രമേയമുണ്ട്. അഥവാ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ അവരുമായി കൂടാനോ ബന്ധപ്പെടാനോ പാടില്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഫത്വ. ആ ഫത്വ തിരുത്തണം എന്നാണിപ്പോൾ ഈ സമദ് അൻവരി ആവശ്യപ്പെടുന്നത്. എന്നാൽ അന്ന് ഈ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന ഈ മഹാന്മാരായ ആളുകൾ ആരായിരുന്നു? വലിയ വലിയ ഔലിയാക്കളും നേതാക്കളുമൊക്കെ ആയിരുന്നു, സൂഫികളായിരുന്നു എന്നാണ് അതേ ത്വരീഖത്തിൽ തന്നെ പെട്ട അബൂ സഫി നൗഷാദ് പറയുന്നത്. ആദ്യം അതൊന്ന് കേട്ടു നോക്കും. വലിയ വലിയ മഹാന്മാർ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അള്ളാഹു അവരുടെ ഒക്കെ മദത് നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ അവരുടെ പേര് പ്രത്യേകം പറയുന്നത് ബോധപൂർവമാണ്. നമ്മുടെ മജ്‌ലിസിൽ ആ മഹാന്മാരുടെ ഫൈലും ബറക്കത്തും നമുക്ക് കിട്ടണം. ഏത് കാലത്തും ഒരു മഹാന്റെ കൈ അവർക്കുണ്ടാവും. ഈ സുന്നി പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ആരാ? വലിയ ആരിഫ്, വലിയ ഔലിയാക്കളുടെ നേതാവായിരുന്നു. ഞാനത് വെറുതെ പറയല്ല. അക്കൂട്ടത്തിൽ വലിയ പണ്ഡിതനും ആരിഫും വലിയുമായിരുന്നു മഹാനായ അബൂ സഅദാത്ത് അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു. വളരെ കൃത്യമായിട്ടാണ് അബൂ സഫീഹ് ഇതിൽ പറയുന്നത്. 3 ക്ലിപ്പ് ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ. അതിൽ ഒന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ഔലിയാക്കളുടെ നേതാവാണെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ അഹമ്മദ് കോയ ശാലിയാത്തി വലിയ മഹാൻ ഔലിയാക്കളിൽ പ്രധാനി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. നമ്മൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവും അത് തന്നെയാണ്. സമസ്തക്ക് നേതൃത്വം നൽകിയിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അഹമ്മദ് കോയ ശാലിയാത്തി അവർകളും റഹിമഹുമുല്ലാ, ഈ 3 വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളിൽപ്പെട്ട ആളുകൾ ഇവരാണ് 1930-ൽ ഈ കൊണ്ടോട്ടി കൈക്കാർ. അത് ദുർവിശ്വാസ നടപടികൾ ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുമായി നിങ്ങൾ വിട്ടു നിൽക്കണം, കൂടി പെരുമാറാൻ പാടില്ല എന്ന് ഫത്വ നൽകിയത്. മുസ്ലിം ഉമ്മത്തിനോടാണ് ആ ഫത്വ. അതനുസരിച്ചുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് ജീവിച്ചു വന്നത്. കൊണ്ടോട്ടി കുബ്ബക്കൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവുക എന്നൊരു പരിപാടി ഈ കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. എത്രയോ സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്തിന് ഒഴുകുന്ന ആളുകൾ. എന്തുകൊണ്ട് തെക്കിയേക്കൽ കുബ്ബക്കൽ സിയാറത്തിന്, ആ പള്ളിയിൽ സിയാറത്തിന് ആളുകൾ പോയില്ല? സമസ്തയുടെ ഈ തീരുമാനവും തുടർന്നിങ്ങോട്ട് നാളിതുവരെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ജനങ്ങളെ അതിനെ തൊട്ട് തടയുകയും ചെയ്തതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഈ പഴച്ച സകല കള്ളത്തൊരീക്കത്തുകാരെയും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും വലിയ കള്ളത്തൊരീക്കത്തുകാർ, ശരീഅത്ത് വിരുദ്ധമായ ധാരാളം എന്ന് മാത്രമല്ല കുഫ്രിയത്തിലേക്ക് വരെ എത്തിക്കുന്ന വാദങ്ങളുള്ള ഈ കുരുവട്ടൂർ ത്വരീക്കത്തുകാർ, ഞാൻ വെറുതെ പറയില്ല, കുഫ്രിയത്തിലേക്ക് എത്തിക്കുന്ന വാദം ഇവർക്കുണ്ട് എന്നുള്ളത്. ആ വാദങ്ങളുള്ള ഈ കള്ളത്തൊരീക്കത്തുകാർ ഇപ്പം ഈ കൊണ്ടോട്ടി തങ്ങളെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അഹമ്മദ് കോയ ശാലിയാത്തിയ വലിയ മഹാന്മാരായ ഔലിയാക്കളായ ഇവർ കൊടുത്ത ഫത്വയെ ധിക്കരിച്ചുകൊണ്ട് എന്ന് മാത്രമല്ല ആ ഫത്വ തിരുത്തണം എന്ന് ധിക്കാരപൂർവ്വം പറയുന്ന ഈ ഹയവാന്മാർ ഇപ്പോൾ ഈ മുഹമ്മദ് ഷാ എന്നവരെ വലിയ ഷെയ്ഖും സൂഫിയുമായി കൊണ്ട് നടക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കുരുവട്ടൂരി ത്വരീക്കത്തുകാർ ഏറ്റവും വലിയ കള്ളന്മാരാണ്. ഔലിയാക്കൾക്ക് പിഴവ് സംഭവിക്കുകയില്ല, പിഴവ് സംഭവിച്ചിട്ടില്ല, അവരുടെ ഇൽമ് തെറ്റുകയില്ല എന്ന് പറയുന്ന ഈ അബൂ സഫീഹ് തന്നെ ഇപ്പോൾ കൊട്ടുക്കരയിൽ വന്ന് പറഞ്ഞതെന്താണ്? ഇവരുടെ ഫത്വ പഴച്ചതാണ്, തെറ്റാണ്, അത് തിരുത്തണം എന്ന് പറയുമ്പോൾ ഇവൻ തന്നെ പറയുന്നു
വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഔലിയാക്കളുടെ നേതാവായിരുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അഹമ്മദ് ഖാലിയാത്തിയും വലിയ വലിയ മഹാന്മാരായിരുന്നു. അപ്പൊ അവർക്ക് തെറ്റുപറ്റി എന്നല്ലേ ഇവൻ പറയുന്നത്? അതെന്തുകൊണ്ട് ഇവന് പറയേണ്ടി വന്നു? ഇവന്റെ ആശയങ്ങളും ഇവന് നേതൃത്വം നൽകുന്ന ഷെയ്ഖും എന്ന് പറയപ്പെടുന്നവനും ഷെയ്ത്താനിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത് എന്നതുകൊണ്ടാണ്. ഈ മഹാന്മാരായ ഔലിയാക്കന്മാരാകുന്ന വലിയ വലിയ നേതാക്കന്മാർ നേതൃത്വം നൽകിയിരുന്ന സമസ്തയുടെ ഫത്വകളെയും അതുപോലെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനവർകൾ കൊടുത്ത ഫത്വ നേരത്തെ നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് തന്നെ ഈ മുഹമ്മദ് ഷാ എന്ന ആളുടെ പേര് പറയുമ്പോൾ ഖദലഹുല്ലാ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ആരായിരുന്നു എന്നാ പറയുന്നത് ആ ഫത്വയില്? കാന സിന്ദീഖൻ, അദ്ദേഹം സിന്ദീഖായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ കുഫർ കൊണ്ട്, അദ്ദേഹത്തിന് അംഗീകരിക്കുന്നവരിലുമുള്ള കുഫർ കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞ ഡസൻ കണക്കിന് 100 കണക്കിന് ആലിമീങ്ങളുടെ പേരും പറഞ്ഞിട്ടാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ ഫത്വ എഴുതിയത് തന്നെ. എന്നിട്ട് ആ ഫത്വയെയും ദുർബലമാക്കി. ഇതൊക്കെ ദുർബലമാക്കാനുള്ള തെളിവായിട്ട് കൊണ്ടുവന്നതോ ഉമർ മധുവായി എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവതാരിക എഴുതിയിട്ടുണ്ട്. അതിൽ ആലിക്കുട്ടി മുസ്ലിയാർ അവതാരിക എഴുതിയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലും ഈ മുഹമ്മദ് ഷാ എന്നവർ വലിയ മഹാനാണ് എന്ന്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുൻകാല നേതാക്കളായിരുന്ന ഔലിയാക്കളായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും അഹമ്മദ് കുട്ടി മുസ്ലിയാരും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അതുപോലെ അഹമ്മദ് ഖാലിയാത്തി അവർകളൊക്കെ ഫത്വ കൊടുത്ത ഫത്വ എന്തായി? ദുർബലപ്പെട്ടു പോയി എന്ന്. പിന്നെ മറ്റൊരു തെളിവ് പറയുന്നത് കറാമത്ത് മാലയാണ്. ഉമർഖാദിന്റെ ചരിത്രം എന്താ? മഹാനരായ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളുടെ മുരീദായ ഇഷ്തിയാഖ് ഷാ തങ്ങളുടെ സന്നിധിയിലേക്ക് മഹാനരായ ഉമർഖാദി വരുന്നു, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. മഹാനരായ മോയിൻകുട്ടി വൈദ്യർ സാഹിത്യോത്സവത്തിലൊക്കെ നല്ല പെട്ടപ്പെടാണ് പാട്ടുപാടുന്നത്. ആ മോയിൻകുട്ടി വൈദ്യരുടെ മാല കറാമത്ത് മാല കൊണ്ടോട്ടി മശായിഖന്മാരെ കുറിച്ച് അതിൽ കാണാം. ഉൽമാബൈ നാലും തിരിഞ്ഞോർ ബിലങ്കൂത്തിൽ ഉമർന്ന് ഇസ്മുള്ള മൗലവിയാണോവർ, ഇൽഹാമുടയോരെ മുമ്പിൽ അണഞ്ഞിട്ട് ഇരവും പകൽ നോട്ടം ചെയ്ത് മുളിന്തോവർ, മുഷിഞ്ഞവർ ആരിഫും കാമിൽ കുതൂബാണോർ, മനതാൽ ഉറഫീൻ മുരീദോരെ എന്നോവർ, ഹൊഷിയാൽ വലിയും ഉമർ ആലിമാണോരും കൂടി ജീനിച്ച് തമ്മിൽ പിരിഞ്ഞോവർ. കൊണ്ടോട്ടി തങ്ങളുടെ സമീപത്ത് വന്ന് ആ വലിയ ബന്ധം സ്ഥാപിച്ചു എന്നതിന് വലിയ രേഖകൾ. സത്യം. കറാമത്ത് മാലയാണെങ്കിലോ മോയിൻകുട്ടി വൈദ്യരുടെ 15ാമത്തെ വയസ്സിൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വഫാത്തായി 10 വർഷം കഴിഞ്ഞതിന്റെ ശേഷം ഉണ്ടാക്കിയ കറാമത്ത് മാലയിൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആദ്യം ഇവരെ എതിർത്തിരുന്നു. പിന്നീട് ഇഷ്തിയാഖ് ഷാ എന്ന് പറയുന്ന ആളുടെ അരികിൽ വന്ന് ഈ മുഹമ്മദ് ഷാ എന്നവര് അവരെപ്പറ്റി പഠിച്ചിട്ട് അവർ വലിയ ഷെയ്ഖും ആലിമും ഒക്കെ ആയിരുന്നു എന്ന് തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്ന് കറാമത്ത് മാലയിൽ എഴുതിയിട്ടുണ്ട്. ഈ കറാമത്ത് മാല ഉണ്ടാക്കിയതോ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വഫാത്തായി 10 വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ്. ഈ ഉണ്ടാക്കിയതാണെങ്കിലോ കൊണ്ടോട്ടി കൈക്കാരിൽപ്പെട്ട മുഹമ്മദ് ഷായുടെ ആളുകളിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തിന്റെ കറാമത്തുകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പാട്ടുകാരനായിരുന്ന കവിയായിരുന്ന 15 വയസ്സുകാരനായിരുന്ന മോയിൻകുട്ടി വൈദ്യർക്ക് പറഞ്ഞു കൊടുത്തു. അവരത് പാട്ടാക്കി കൊടുത്തു, മാലയാക്കി കൊടുത്തു. ആ മാലയാണ് മഹാന്മാരായ ഔലിയാക്കൾ കൊടുത്ത ഫത്വയെ ദുർബലപ്പെടുത്താൻ തെളിവായി കൊണ്ടുവന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. ആ കറാമത്ത് മാല ഇവർ തെളിവാക്കുകയായിരുന്നു എങ്കിൽ അതേ മോയിൻകുട്ടി വൈദ്യർ തന്നെയാണ് അവരുടെ 13ാമത്തെ വയസ്സിൽ സലീഖത്ത് പറപ്പാട്ട് എന്ന് പറയുന്ന ഒരു മാല രചിച്ചിട്ടുണ്ട്. അതുപോലെ കിളുത്തുമാല എന്ന് പറയുന്ന ഒരു മാലയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും ഷിയാക്കളെ പൊക്കിയിട്ടാണ്, ഷിയാക്കൾക്ക് അനുകൂലമായിട്ടാണ് ഈ 2 പാട്ടും ഉള്ളത്, മാലയും ഉള്ളത്. എങ്കിൽ ഇവർ ഈ സലീഖത്ത് പടപ്പാട്ടും കെളുത്തുമാലയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഷിയാക്കള് ഉഷാറാണ് എന്നിവർ പറയുമോ? മഹാനായ മോയിൻകുട്ടി വൈദ്യരുടെ 20 വയസ്സാകുന്നതിന്റെ മുമ്പ് ഇത്തരം ഒരുപാട് മാലകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മാലകളിൽ തന്നെ കറാമത്ത് മാല അദ്ദേഹത്തിന്റെ സ്വയം കൃതിയല്ല. കൊണ്ടോട്ടി ത്വരീഖത്തുകാരാകുന്ന ചില ആളുകൾ ആ തങ്ങളുടെ കറാമത്തുകളാണ്, ചരിത്രങ്ങളാണ് എന്ന രീതിയിൽ മോയിൻകുട്ടി വൈദ്യർക്ക് പറഞ്ഞു കൊടുത്തു. അന്നാണെങ്കിൽ മോയിൻകുട്ടി വൈദ്യർക്ക് 15 വയസ്സേ ഉള്ളൂ. അവര് അത് ഒരു മാലയാക്കി കൊടുത്തു. ആ മാല പൊക്കിപ്പിടിച്ചുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കൾ കൊടുത്ത ഫത്വയെ ദുർബലപ്പെടുത്താനും അത് ചവറ്റുകൊട്ടയിലേക്ക് എറിയാനും ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? പിഴച്ചു പോയ ത്വരീഖത്തുകളുടെ അവസ്ഥയാണിതൊക്കെ. എന്ന് മാത്രമല്ല, മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഷാ എന്നവരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മഹാനവറുകളുടെ ഒരു ഖസീദ തന്നെയുണ്ട്. ഉമർ ഖാദിയുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രയും നിശിതമായി വിമർശിച്ച ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് ഷാ എന്നവർ വലിയ ഷെയ്ഖും വലിയുമൊക്കെ ആണ് എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഈ വിഡ്ഢികൾ മഹാനവറുകളുടെ ജീവിതകാലത്ത് അങ്ങനെ മഹാനവറുകൾ ഞാൻ അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്, മുഹമ്മദ് ഷാ എന്നവർ വലിയ ഷെയ്ഖാണ്, വലിയാണ് എന്ന് പറഞ്ഞ രേഖ ഹാജരാക്കണം. അതിവർക്ക് സാധിക്കുന്നില്ല. കാരണം ഇത്രയും നിശിതമായി വിമർശിച്ച മഹാനവറുകൾക്ക് ഈ ത്വരീഖത്തുകാര് ഈ മുഹമ്മദ് ഷാ വലിയ ഷെയ്ഖും വലിയുമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മഹാനവറുകൾ തന്നെ അത് തിരുത്തുകയില്ലേ മറ്റൊരു ഖസീദയിലൂടെ? പക്ഷേ അതിന് രേഖയില്ല. പിന്നെ കൊണ്ടുവരുന്ന രേഖയാണെങ്കിലോ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തിരുത്തിയിട്ടുണ്ട് എന്നതിനുള്ള രേഖയാണെങ്കിലോ
ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വഫാത്തായി 10 വർഷത്തിന് ശേഷം രചിച്ച കറാമത്ത് മാലയിൽ ഉണ്ട് പോലും. അതെങ്ങനെ തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റും? ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതി ഉണ്ടാക്കിയതല്ലേ? എന്തേ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് തിരുത്തിയതായിട്ട് ഒരു രേഖ വരാതിരുന്നത്? ഉമർ ഖാദിയുടെ ഖസീദകളിൽ അത് കാണുന്നില്ലല്ലോ. എന്തുകൊണ്ട്? മഹാനവർകൾ അത് തിരുത്തിയിട്ടില്ല. സമ്പൂർണ്ണ കൃതികൾ വായിച്ചു നോക്കിയാൽ കാണാം, മഹാനവർകൾ അവിരാമം ഈ മുഹമ്മദ് ഷാ എന്നിവരെയും കൊണ്ടോട്ടി കൈക്കാരെയും എതിർത്തിരുന്നു എന്ന് സമ്പൂർണ്ണ കൃതികൾ വായിച്ചാൽ കാണാം. അതുപോലെ മഹാനായ ഷെയ്ഖ് ജിഫ്രി തങ്ങൾ, സയ്യിദ് ജിഫ്രി തങ്ങൾ, മമ്പുറം തങ്ങൾ പാപ്പയുടെ അമ്മാവൻ വലിയായിരുന്നു, കുത്തുബായിരുന്നു. മഹാനവർകളെ പറ്റി ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഈ മുഹമ്മദ് ഷാ എന്നവരുടെ കാലത്ത് ജീവിച്ച ആളാണ് സയ്യിദ് ജിഫ്രി എന്നവർ. മഹാനവർകൾ കെൻസുൽ ബറാഹീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അതിന്റെ 460 മുതൽ 464 പേജ് വരെ വളരെ കർശനമായ രീതിയിൽ, ശക്തമായ രീതിയിൽ ഈ ത്വരീഖത്തിന്റെ കേടുകൾ എന്തൊക്കെയാണ്, അവരുടെ ആചാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ആ ത്വരീഖത്ത് ഏറ്റവും പിഴച്ച ത്വരീഖത്താണ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥം കെൻസുൽ ബറാഹീൻ അത് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും മഹാന്മാരൊക്കെ കുത്തുബായിരുന്ന സയ്യിദ് ജിഫ്രി തങ്ങൾ, ആ മുഹമ്മദ് ഷായുടെ കാലത്ത് ജീവിച്ച സയ്യിദ് ജിഫ്രി തങ്ങൾ ഇത്രയും ശക്തമായി എതിർത്ത ആ ത്വരീഖത്തിനെ, ആ മുഹമ്മദ് ഷായെ ഇപ്പൊ വലിയും ഷെയ്ഖും കുത്തുബമാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. പിഴച്ചു പോയാൽ പിന്നെ ശൈത്താൻ അവരുടെ മുന്നിലേക്ക് എല്ലാ ഔലിയാക്കളും എതിർത്ത ആളുകളെയൊക്കെ വലിയും ഷെയ്ഖുമൊക്കെ ആക്കി അവരിലേക്ക് ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ശൈത്താനിൽ നിന്നുള്ള ഇൽഹാമാണ്. ശൈത്താൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് സഹോദരന്മാരെ നാമൊക്കെ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഹൃദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.